27 വർഷമായിട്ടും പട്ടയമില്ല. പട്ടയമേള ദിനത്തിൽ കോൺഗ്രസ് പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. സ്വന്തമായുള്ള 3 സെന്റ് ഭൂമിയുടെ പട്ടയത്തിനായുള്ള കാത്തിരിപ്പിൽ അധികാരികളുടെ കണ്ണു തുറക്കാനായാണ് 9 കുടുംബങ്ങൾ തെരുവിൽ സമരത്തിനിറങ്ങിയത്. ചേരി നിർമ്മാർജ്ജന പദ്ധതിയുടെ ഭാഗമായി പാറപ്പുറത്ത് നിന്ന് കുടിയൊഴിക്കപ്പെട്ട 23 കുടുംബങ്ങളിൽ ഇനിയും പട്ടയം ലഭിക്കാത്ത 9 കുടുംബങ്ങളാണ് കുന്നംകുളത്ത് നടന്ന നിയോജക മണ്ഡലം പട്ടയമേള വേദിക്ക് മുന്നിൽ നെഹ്റു നഗർ വാർഡ് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച സമരസംഗമത്തിൽ പങ്കെടുത്തത്. പട്ടയമേള നടക്കുന്ന അതേ സമയത്തു തന്നെയായിരുന്നു പ്രതിഷേധ സംഗമവും സംഘടിപ്പിച്ചത്. നഗരസഭാ അധികൃതരുടെ നിരുത്തരവാദിത്വപരമായ സമീപനം മൂലമാണ് തങ്ങൾക്ക് പട്ടയം ലഭിക്കാത്തതെന്നും സ്ഥലം MLA ഈ കുടുംബങ്ങളോട് കാണിക്കുന്ന അവഗണന അവസാനിപ്പിക്കണമെന്നും സമരക്കാർ ആവശ്യപ്പെട്ടു. നഗരസഭാ കൗൺസിലർ ലബീബ് ഹസൻ അധ്യക്ഷത വഹിച്ച പ്രതിഷേധ സംഗമം മുൻ നഗരസഭാ ചെയർമാനും DCC സെക്രട്ടറിയുമായ KC ബാബു ഉദ്ഘാടനം നിർവഹിച്ചു. ആർക്കും വിരോധമില്ല, കൊടുക്കുന്നതിന് ആർക്കും വിരോധമില്ല. ഒരു ചെറിയ സാങ്കേതിക പിഴവുണ്ട്. 9 കുടുംബങ്ങൾ 27 കൊല്ലമായി അത് മാറ്റി കിട്ടുന്നതിന് വേണ്ടി ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ വ്യവസ്ഥയുടെ എത്രമാത്രം മോശപ്പെട്ടൊരവസ്ഥയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. മുനിസിപ്പൽ ഭരണത്തിൽ ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമുക്കതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് നമ്മുടെ ബസ് സ്റ്റാൻഡാണ്, പുതിയ ബസ് സ്റ്റാൻഡ്. മുൻ നഗരസഭാ ചെയർമാൻമാരായ CI ഇ.ടി. മാത്യു, CV ബേബി, TS സുബ്രഹ്മണ്യൻ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് CB രാജീവ്, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമാരായ PI തോമസ്, മിഷ സെബാസ്റ്റ്യൻ, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജെറിൻ രാജു, മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് രേഷ്മ സതീഷ്, മറ്റു ഭാരവാഹികൾ തുടങ്ങിയവർ സംസാരിച്ചു. KC റെജി മാസ്റ്റർ സ്വാഗതവും ഡോക്ടർ ഹനിനി M രാജ് നന്ദിയും പറഞ്ഞു. പട്ടയം ലഭ്യമാകാത്ത കുടുംബങ്ങളെ പ്രതിനിധീകരിച്ച് PV ദാസൻ, ബിന്ദു ജോസ്, അച്ചാമ്മ പൗലോസ്, മോളി വർഗീസ്, മറിയാമ്മ, ലിസ, മേരി വർഗീസ്, മറിയാമു എന്നിവർ സംബന്ധിച്ചു.